കൊട്ടിയാഘോഷിച്ച് സർക്കാർ പ്രഖ്യാപിച്ച കാരവാൻ ടൂറിസം കട്ടപ്പുറത്ത്. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖലയ്ക്ക് വൻ മുതൽക്കൂട്ടാകുമെന്ന് അവകാശപ്പെട്ടു തുടങ്ങിയ പദ്ധതി പേരിനൊരു കാരവാൻ പോലും ഇല്ലാത്ത അവസ്ഥയിലാണിപ്പോൾ. വിനോദസഞ്ചാര വകുപ്പിന്റെ വൻ വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് കാരവാനും കാരവാൻ പാർക്കും തുടങ്ങാൻ പണം നിക്ഷേപിച്ച സംരംഭകരിൽ മിക്കവരും കോടികളുടെ നഷ്ടത്തിലും കടക്കെണിയിലുമാണ്. 36 വർഷത്തിനിടയ്ക്ക് ഇതാ കേരളത്തിന് പുതിയൊരു ടൂറിസം പ്രൊജക്ട് എന്ന് വിശേഷിപ്പിച്ചാണ് മന്ത്രി മുഹമ്മദ് റിയാസ് കാരവാൻ പാർക്കുകൾ പ്രഖ്യാപിച്ചത്. ആഡംബര യാത്രയ്ക്കൊപ്പം പ്രകൃതി രമണീയമായ സ്ഥലത്ത് അതേ വാഹനത്തിൽ തന്നെ താമസ സൗകര്യവും ഒരുക്കുന്നതായിരുന്നു പദ്ധതി. കോടികൾ മുടക്കി നാടുനീളെ പ്രചാരം നൽകി കൊട്ടിയാഘോഷിച്ചു ഉദ്ഘാടനങ്ങൾ നടന്നു. ടൂറിസം മേഖലയിൽ മുമ്പെങ്ങുമില്ലാത്ത എന്തോ നടക്കാൻ പോകുന്നു എന്ന തോന്നലുണ്ടാക്കി. എന്നാൽ മാസങ്ങൾക്ക് ശേഷം സംസ്ഥാനതല ഉദ്ഘാടനം നടന്ന വാഗമണ്ണിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് കട്ടപ്പുറത്തായ കാരവാൻ ടൂറിസമാണ്. 4 സീറ്റും കിടക്കാനുള്ള സൗകര്യവും ശുചിമുറിയും മുതൽ ഹോം തിയേറ്റർ വരെയുള്ള സൗകര്യങ്ങളോടെ ഒരു കാരവാൻ ഇറക്കാൻ 1 കോടിയോളം രൂപ വേണം. 20,000 മുതൽ 25,000 വരെ വാടക. മുടക്കുമുതൽ മുതലാകണമെങ്കിൽ പകുതിയിലധികം ദിവസം നിർത്താതെ ഓടേണ്ട അവസ്ഥ. 15,000-ഓളം കാരവാനുകൾ ഇറക്കാൻ 373 സംരംഭകർ രജിസ്റ്റർ ചെയ്തെന്നായിരുന്നു ടൂറിസം വകുപ്പിന്റെ അവകാശവാദം. 150ഓളം പാർക്കുകൾക്ക് പ്രപ്പോസലായെന്നും എന്നിട്ട് ഇപ്പോൾ എത്ര കാരവാൻ ഉണ്ടെന്ന് വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിന് 10 എണ്ണം എന്നാണ് ഉത്തരം. പൂട്ടിക്കെട്ടിയ പദ്ധതിയുടെ കണക്ക് ചോദിച്ചാൽ പരിശോധിക്കണമെന്നാണ് മറുപടി. സഞ്ചാരികളെ ആകർഷിക്കുന്നതിൽ തുടങ്ങി കാരവാനുകൾ നിർത്തിയിടാനുള്ള സൗകര്യത്തിൽ വരെ വെറും വാക്കല്ലാതെ വകുപ്പൊന്നും ചെയ്തിട്ടില്ല എന്ന് കൈപ്പൊള്ളിയ സംരംഭകരുടെ സാക്ഷ്യം. തലസ്ഥാനത്തെ പ്രമുഖ ഹിൽ സ്റ്റേഷനായ പൊന്മുടിയിൽ KTDC കാരവാൻ പാർക്ക് ഒരുക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പദ്ധതി പ്രാബല്യത്തിൽ വന്നത് 2021. പ്രചാരണ വീഡിയോ അടക്കം ആദ്യ വർഷം പരസ്യത്തിന് ചെലവ് 90 ലക്ഷം രൂപ, രണ്ടാം ഘട്ട പരസ്യത്തിന് 1,7,5 ലക്ഷം വേറെയും. ലോകമെമ്പാടുമുള്ള സഞ്ചാരികളുടെ മാറുന്ന അഭിരുചിക്കനുസരിച്ചായിരുന്നു പദ്ധതി എന്നാണ് ടൂറിസം വകുപ്പ് ഇപ്പോഴും പറയുന്നത്. പശ്ചാത്തല സൗകര്യം ഒരുക്കുന്നതിലും സംരംഭകരെ പെരുവഴിയിലാക്കുന്നതിനും പക്ഷേ മറുപടിയില്ല.